Good morning, all. Good morning. Then നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ. മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്തു ട്രാൻസ്ഫർ ആൻഡ് പ്രമോഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോബ് പോസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എംപ്ലോയി റെഫറൽ പറഞ്ഞു, ഫോർമൽ എംപ്ലോയി അതായിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഫോർമൽ എംപ്ലോയി എന്ന് പറഞ്ഞാല് മുൻപ് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത എംപ്ലോയീസോ അല്ലെങ്കിൽ മേ ബി ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള എംപ്ലോയീസ്, റിട്ടയർഡ് ആയിപ്പോയ എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് തന്നെ തിരിച്ച് എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നതിനെയാണ് ഫോർമൽ എംപ്ലോയി എന്ന് പറയുന്നത്. ഓക്കെ. ഫിഫ്ത്ത് മെത്തേഡ് ആണ് പ്രീവിയസ് ആപ്ലിക്കൻസ്. പ്രീവിയസ് ആപ്ലിക്കൻസിന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മുൻപ് നമുക്ക് ഇവിടെ എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ജോബിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി അവരുടെ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. ബട്ട് നമ്മൾ ആ സമയത്ത് മേ ബി വേറൊരാളെ ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ രണ്ടുപേര് നമ്മൾ സെലക്ട് ചെയ്യാൻ വന്നിട്ട് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് വ്യക്തിക്ക് പറയുന്ന എന്തെങ്കിലും വേക്കൻസീസ് വരാണെങ്കിൽ ഞങ്ങൾ ഇൻഫോം ചെയ്യാം എന്ന് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന കേസുകളാണ് പ്രീവിയസ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു എമർജൻസി ആയിട്ട് ഒരാൾ വേണ്ട വരുമ്പോൾ നെക്സ്റ്റ് ആ ഒരു സെക്കൻഡ് പേഴ്സണെ നമ്മൾ എന്ത് ചെയ്യും, റിക്രൂട്ട് ചെയ്യും. മനസ്സിലായോ? ഓൾറെഡി നമ്മൾ ഇന്റർവ്യൂ സെലക്ഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഇത്രയും നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കന്റിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. മേ ബി നമുക്കൊരു എമർജൻസി വരുമ്പോൾ നമ്മൾ ഈ ആപ്ലിക്കൻസിനെ കോൺടാക്ട് ചെയ്യും. ആർക്കെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിൽ ഒരു 3-4 പേര് താല്പര്യം ഉണ്ടെന്ന് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. പ്രീവിയസ് ആപ്ലിക്കന്റ്, both internal source and individual who have previously applied for the job can be reached again. മുൻപ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തവരെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, റീച്ച് ചെയ്യാണ്. ഇറ്റ് ഇസ് എ ഫാസ്റ്റ് ആൻഡ് ചീപ്പ് വേ ടു ഫിൽ അൺപ്രഡിക്റ്റഡ് അൺഎക്സ്പെക്ടഡ് ജോബ് വേക്കൻസീസ്. ഇത് ഏറ്റവും ചീപ്പായിട്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ആണ്, റിക്രൂട്ട്മെന്റ് ആണ്. അൺപ്രഡിക്റ്റഡ് ആയിട്ട് വരുന്ന, അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന വേക്കൻസീസ് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. കാൻഡിഡേറ്റ്സ് ഹു ഹാഡ് അറ്റൻഡ് വോക്ക് ഇന്റർവ്യൂ മേ ഓൾസോ ബി കൺസിഡേർഡ്. ഓൾറെഡി അവർ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തവരായിരിക്കും, അപ്പോൾ അവരെ കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. Earlier walk-in interview are likely to more appropriate for filling unskilled and semi-skilled jobs. ഇങ്ങനെ വരുന്നത് അൺസ്കിൽഡ് സെമിസ്കിൽഡ് ജോബ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ കൺസിഡർ ചെയ്യുന്നില്ല, നമുക്ക് നേരെ അവരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പ്രീവിയസ് ആപ്ലിക്കൻസിന് ഇവർ പറയുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, എ ഫ്രെയിം റിക്വയർഡ് എ ഫേം വിച്ച് റിക്വയർഡ് 2 cost account may be contact the previous qualified applicant. This particular action can fill need of the firm and in turn will also help those individuals who are dissatisfied with their present job at another organization. Maybe ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് റിക്രൂട്ട്മെന്റ് ആണ് ചെയ്യുന്നത്, 2 പേര് വേണം നമുക്ക്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മുമ്പ് ഇവിടെ പ്രീവിയസ്ലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് മുമ്പ് നമ്മൾ ഇന്റർവ്യൂ കോസ്റ്റ് അക്കൗണ്ടിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ആപ്ലിക്കൻസിനെ നമ്മൾ എന്ത് ചെയ്യും, കോൺടാക്ട് ചെയ്യും. അവരായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ജോബിലേക്ക് ഫില്ല് ചെയ്യുന്നത്. മേ ബി അവർ വർക്ക് ചെയ്യായിരിക്കും, ചിലപ്പോൾ വർക്ക് ചെയ്യാത്തവരുണ്ടാവും. വർക്ക് ചെയ്യുന്നവരാണ് അവരുടെ ജോബിനേക്കാളും അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ജോബ് അത്ര സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സപ്പോസ് നമ്മൾ വീണ്ടും കോൺടാക്ട് ചെയ്യുമ്പോഴും അവർ ജോബ് അന്വേഷിക്കുകയാണ്, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് അവർ ജോയിൻ ചെയ്യും. പ്രീവിയസ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ആപ്ലിക്കൻസ് ഉണ്ട്, അവരിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങളുടെയൊക്കെ അടുത്ത് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഗുസാറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കളമശ്ശേരിയില് കേട്ടിട്ടുണ്ടോ? ഗുസാറ്റ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ്, അവിടെ പ്രീവിയസ് ആപ്ലിക്കൻസിൽ നിന്നാണ് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ, അവിടെ ഏതൊരു
വർക്കിനും അവരെന്ത് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് കൊടുക്കും, ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കി, അല്ലെങ്കിൽ എന്താ പറയാ എക്സ്പീരിയൻസ് ഉദ്ദേശിക്കുന്നത് അവിടെ ഏറ്റവും ഫസ്റ്റ് വരുന്നവരെ അങ്ങനെ എന്ത് ചെയ്യും സെലക്ട് ചെയ്തിട്ടാണ്. പ്രീവിയസ് ആപ്ലിക്കൻസ് ആയിരിക്കും, ഓൾറെഡി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത വ്യക്തിയിൽ നിന്നായിരിക്കും അവർ വേക്കൻസി വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. ഓൾറെഡി അവിടെ കൊടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്ത വ്യക്തികളെ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ജോബിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. പ്രീവിയസ് ആപ്ലിക്കൻസ് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇനി എന്തൊക്കെയാണ് മെറിറ്റ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഓർഗനൈസേഷന്റെ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഈ എംപ്ലോയീസിന് ഫെമിലിയർ ആയിരിക്കും. നമ്മൾ വീണ്ടും ഓർഗനൈസേഷനെ കുറിച്ചിട്ട് A to Z കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരില്ല. നമ്മൾ കുറച്ചും കൂടി ഫെമിലിയർ ആണ്, കാരണം ഓൾറെഡി നമ്മളവിടെ വർക്ക് ചെയ്തതാണ്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനെ കുറിച്ച് നമുക്ക് ഏകദേശം ധാരണയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും. അടുത്ത വർക്കും വർക്ക് എൻവയോൺമെന്റും ഒക്കെ നമുക്ക് ഓൾറെഡി പരിചയമുണ്ടാവും. ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ്. നമ്മൾ എന്താ പറയാ, പ്രൊമോഷൻ ഒക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ജോബ് പോസ്റ്റിംഗ് വഴിയൊക്കെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ തന്നെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചും കൂടി എക്കണോമിയാണ്. നമുക്കറിയാം റിക്രൂട്ട്മെന്റിനും സെലക്ഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് എക്കണോമിയാണ്, എന്ന് വെച്ചാൽ കോസ്റ്റ്ലി അല്ല, കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. മോട്ടിവേഷണൽ വാല്യൂ. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ജോബ് വേക്കൻസി വന്നപ്പോൾ നമ്മളോട് അത് കോണ്ടാക്ട് ചെയ്യുകയും നമ്മളോട് പറയാണ് നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യുകയും നമുക്ക് ആ ജോലി കിട്ടുമ്പോൾ ആ ഒരു എംപ്ലോയിയുടെ മോട്ടിവേഷൻ കൂടൂലേ? നമ്മളിപ്പോ കുറെ നാളായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്കൊരു പ്രൊമോഷൻ കിട്ടാണ്, ഒരു ട്രാൻസ്ഫർ കിട്ടാണ്, നമുക്ക് കുറച്ചും കൂടി ഒരു ഇത് കൂടൂലേ? നമ്മുടെ ഒരു മോട്ടിവേഷണൽ വാല്യൂ നമുക്ക് കൂടും, ഓട്ടോമാറ്റിക്കലി കൂടും. ഇപ്പൊ നമ്മുടെ സാലറി ഇൻക്രിമെന്റ് ഒക്കെ വരുന്ന സമയത്ത് ഏതൊരു ജോബിലാണെങ്കിലും നമ്മുടെ മോട്ടിവേഷൻ കുറച്ചും കൂടി കൂടും, നമുക്ക് കുറച്ചും കൂടി ഉത്സാഹവും എനർജറ്റിക് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് തോന്നും. നമ്മളിപ്പോ ഗവൺമെന്റ് സാലറി ഇൻക്രിമെന്റ് ഒക്കെ ചെയ്യില്ലേ, അവരുടെ എംപ്ലോയീസിന്റെ സാലറിയും കാര്യങ്ങളൊക്കെ കൂട്ടുമ്പോ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് മെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സസ്. The merits of internal source of recruitment are as follow. താഴെ പറയുന്നതാണ് ഇന്റേണൽ സോഴ്സിന്റെ മെറിറ്റ്സ്. ഫെമിലിയാരിറ്റി. The organization and its members know each other very well. ഓർഗനൈസേഷനും ആ മെമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന കാൻഡിഡേറ്റ്സിനും പരസ്പരം നല്ല രീതിയിൽ അറിയാം, കാരണം ഓൾറെഡി നമ്മളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത എംപ്ലോയി ആണ്, വർക്ക് ചെയ്യുന്നവരായിരിക്കാം, വർക്ക് ചെയ്തവരായിരിക്കാം. The organization is aware of the capability and the skill of the candidates as they are insiders. ഓൾറെഡി ഓർഗനൈസേഷൻ അറിയാം അവർ ഓരോരുത്തരും കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി, അവരുടെ സ്കില്ല്, കാരണം അവരെന്താണ് ഓൾറെഡി നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്, അപ്പൊ അവരുടെ കഴിവും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ഓൺ ദ അതർ ഹാൻഡ് എംപ്ലോയി ആർ ഓൾസോ അവെയർ ഓഫ് ദ വർക്ക് പ്ലേസ് എൻവയോൺമെന്റ്. അതേപോലെ തന്നെയാണ് എംപ്ലോയീസിന് വർക്ക് എൻവയോൺമെന്റിനെ കുറിച്ച്, വർക്ക് പ്ലേസിനെ കുറിച്ച് നല്ല ഒരു ഏകദേശ ധാരണയുണ്ട്. റിക്വയർമെന്റ്സ് ഓഫ് ദ വേക്കന്റ് ജോബ്. ഞാനിപ്പോ ഏത് ജോബിലേക്കാണോ വന്നത് ആ വേക്കന്റ് ആയിട്ടുള്ള ജോബിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആർക്കറിയാൻ പറ്റും, എംപ്ലോയിക്കും അറിയാൻ പറ്റും. അപ്പോ ഫെമിലിയാരിറ്റി ആണ് ഫസ്റ്റ്. എംപ്ലോയിനെ കുറിച്ചിട്ട് ആർക്ക് ഫെമിലിയർ ആയിരിക്കും, ഓർഗനൈസേഷൻ നല്ല ഫെമിലിയർ ആയിരിക്കും, അവരുടെ കഴിവും അവരുടെ സ്കില്ലും ഓൾറെഡി അറിയാം. അതേപോലെ തന്നെ എംപ്ലോയിക്ക് ആണെങ്കിൽ വർക്ക് പ്ലേസിനെ കുറിച്ച് ഏകദേശം നല്ല ധാരണയുണ്ട്, അവരുടെ വർക്കിന്റെ ജോബിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഓൾറെഡി ഈ വ്യക്തിക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് ആണ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ്. ഡിപ്പെൻഡ് ഓൺ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് മേക്സ് ഇറ്റ് പോസിബിൾ ഫോർ ദ കമ്പനി ടു യൂസ് കോമ്പിറ്റൻസി ഓഫ് ഇറ്റ്സ് എംപ്ലോയീസ് ഇൻ ബെറ്റർ മാനർ. നമ്മളുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനെ തന്നെ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ അവരുടെ കഴിവ് നമ്മൾ ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നത്. ഒരു ബെറ്റർ ആയിട്ട് നമ്മൾ അവരെ യൂട്ടിലൈസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, സം എക്സ്ട്രാ ഓർഡിനറി എംപ്ലോയീസ് മേ ബി deserving of promotion, or certain people might perform better if they switch to other jobs. ചില എംപ്ലോയീസ് പ്രൊമോഷൻ ഒക്കെ കിട്ടുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി എംപ്ലോയീസിനെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ അവർ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ സർട്ടൻ പേഴ്സൺസ് മൈറ്റ് പെർഫോം ബെറ്റർ. അവർ വേറൊരു ജോബിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ
അവർ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യുന്നു. ഇപ്പം ക്ലർക്ക് ആയിരിക്കാം, അദ്ദേഹത്തിന് നമ്മൾ ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനെ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ. എക്കണോമി നമുക്കറിയാം, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണ്. ഹ്യൂജ് എമൗണ്ട് അഡ്വർടൈസ്മെന്റ് മുതൽ നമ്മൾ ഓഫർ ലെറ്റർ കൊടുക്കുന്നത് വരെയും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസ് ഇൻകേർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അവർ നല്ല ബെറ്റർ ആയിട്ട്, കോസ്റ്റ് വരുന്നില്ലല്ലോ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ, നമുക്ക് അധികം കോസ്റ്റും കാര്യങ്ങളും വരുന്നില്ല. എക്കണോമിയാണ് നമ്മൾ നോക്കുന്നത്. ദ കോസ്റ്റ് ഓഫ് റിക്രൂട്ടിംഗ് ഇന്റേണൽ എംപ്ലോയി ഈസ് നോമിനൽ ആൻഡ് ദർ ഈസ് നോ നീഡ് ഫോർ ദ കമ്പനി ടു സ്പെൻഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. അപ്പോൾ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് കേസിൽ അധികം കോസ്റ്റ് നമുക്ക് വരുന്നില്ല, ഒരു മിനിമം കോസ്റ്റാ വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട, മണിയും വേണ്ട ടൈമും വേണ്ട. കാരണം റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ടൈം മണി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ടൈമും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓൺ ഇൻഫോമിംഗ് ആൻഡ് റിമൈൻഡിങ് ഇറ്റ്സ് എംപ്ലോയി ടു അപ്ലൈ ഫോർ ദ ജോബ്. നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണിയുടെ ടൈമിന്റെയും ആവശ്യം വരുന്നില്ല, കാരണം നമ്മുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയിയെ തന്നെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ. ദെൻ ഫോർത്ത് പോയിന്റ് ആണ് മോട്ടിവേഷണൽ വാല്യൂ. എംപ്ലോയി ഫീൽ മോട്ടിവേറ്റഡ് ആൻഡ് എൻകറേജ്ഡ് ത്രൂ ഇന്റേണൽ റിക്രൂട്ട്മെന്റ്. ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ചെയ്യാണ്, ആ സ്ഥാപനത്തിൽ തന്നെയാണ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ എംപ്ലോയീസ് ഫീൽ മോട്ടിവേറ്റഡ്, കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിട്ട് അത് ഫീൽ ചെയ്യും. നമുക്ക് അതിലൊരു തൃപ്തി ഉണ്ടാവും. നമ്മൾ ഇത്രയും നാൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്തു, ഇൻക്രിമെന്റും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളെ പ്രൊമോഷൻ ഒക്കെ തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ഫീൽ തോന്നും. The employees' work efficiency in anticipation for getting promotion and transfer. എംപ്ലോയീസിന്റെ വർക്ക് എഫിഷ്യൻസി, ആ ഒരു പ്രൊമോഷനും ട്രാൻസ്ഫർ ഒക്കെ കിട്ടാൻ വേണ്ടി കൊടുക്കുമ്പോൾ അവർക്ക് എംപ്ലോയീസിന്റെ വർക്ക് എഫിഷ്യൻസി കൂടാനായിട്ട് കാരണമാകും. അപ്പം ഇത്രയും നാള് ഞാൻ എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് പ്രൊമോഷൻ തന്നിരിക്കുകയാണ്, സോ ഞാൻ കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഇന്ത്യ മെറിറ്റ്സ് ഒന്ന് വായിച്ചു നോക്കോ, ഒന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ, എല്ലാവരും നോക്കിയല്ലോ. ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന് മെറിറ്റ്സ് ഉള്ള പോലെ തന്നെ എന്തുണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഇനി അതാണ് നോക്കുന്നത്. ഡിമെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സ്. Demerits of internal source of recruitment are as follows. Restricted choice. നമ്മളുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ കിട്ടണമെന്നില്ല, അവരെ തന്നെ നമ്മൾ കമ്പൽസറി ആയിട്ട് അവർക്ക് തന്നെ പ്രൊമോഷനും കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ട് വരും. ഇൻബ്രീഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല, അകത്തുനിന്നുള്ള എംപ്ലോയീസിനെ തന്നെ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. ഈ ടൈം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 5 വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ഉണ്ടല്ലോ. ഈ ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ആണ്. ഇത്ര എക്സ്പീരിയൻസ് ആവുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ കുറയും. എന്താണ്, കോമ്പറ്റീഷന്റെ ആവശ്യമില്ല, കാരണം അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കലി അവർ പ്രൊമോട്ട് ആവുമല്ലോ. ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായാലും പ്രൊമോട്ട് ആവും, പിന്നെ ഞാൻ എന്തിനാ അത്ര എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും. ദെൻ കോൺഫ്ലിക്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇപ്പൊ 2 എംപ്ലോയീസ് നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്, പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിലൊരാൾക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടുന്നത്.
അത് മറ്റേ എംപ്ലോയിനെ അത് കോൺഫ്ലിക്റ്റിലേക്കും അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസും കാര്യങ്ങളും കൊണ്ടുവരാനായിട്ട് കാരണമാകുന്നു. ജസ്റ്റ് ഒരു കോൺഫ്ലിക്റ്റിന് ഒരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾ മൈ ബോസ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? മൈ ബോസ്, അതില് മമതയുടെ ഒപ്പം തന്നെ സെയിം ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അതിൽ ചെറുതായിട്ട് വില്ലനൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം എന്താണ്, അദ്ദേഹത്തിനും ഓക്കെ അദ്ദേഹത്തിനും അതേ ഒരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ കുറച്ചും കൂടി നിൽക്കുന്നത് ആരാണ്? മമതയ്ക്കാണ് ജോലി കിട്ടാനുള്ള സാധ്യത. പക്ഷെ അത്രയും നാള് നല്ലൊരു വ്യക്തിയായിട്ട് ആ കമ്പനിയുടെ നല്ലതിന് വേണ്ടി വർക്ക് ചെയ്ത ആള് മമതേനെ ആ പ്രൊമോഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, കമ്പനിക്ക് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കണ്ടിട്ടില്ല സിനിമയില്? സിനിമ കണ്ടിട്ടുണ്ടോ? അത് റിയൽ ലൈഫിൽ വരുന്നതാണ് കേട്ടോ. നോർമലി അങ്ങനെയാണ്. കാരണം പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് വരും. കാരണം എനിക്കത് ഞാൻ ഇത്രയും കാലം എന്റെ സ്ഥാപനത്തിൽ കഷ്ടപ്പെട്ടിട്ട് ഈ അയാൾക്കാണല്ലോ പ്രൊമോഷൻ കൊടുത്തത്, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഡിമെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സ് ആണ്. ഡിമെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ ആസ് ഫോളോസ്. താഴെ പറയുന്നതാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡിമെറിറ്റ്സ്. റിസ്ട്രിക്റ്റഡ് ചോയ്സ്. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ഈസ് ലിമിറ്റഡ് ഇൻ സ്കോപ്പ്. എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ്, നമുക്ക് കുറച്ച് എംപ്ലോയീസിന് മാത്രമേ കിട്ടുള്ളൂ. ഇറ്റ് ലിമിറ്റ്സ് ദ ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ഫ്രീഡം ഓഫ് ദ ഫേം ഇൻ സെലക്ടിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ് ഫോർ ദ വേക്കൻസി. അത് എന്തിന് കാരണമാകുന്നു? അവർക്ക് നല്ല ഫ്രീഡം ഉണ്ടല്ലോ, ആ ഫ്രീഡത്തിന് ലിമിറ്റ് ചെയ്യുന്നു. ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡത്തിനെ ലിമിറ്റ് ചെയ്യുന്നു. ബിക്കോസ് ഓഫ് ദ കമ്പനി may not be able to select best option available outside the organization. അപ്പൊ നമുക്ക് പുറത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ, ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇന്റേണലി മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള എംപ്ലോയിനെ തന്നെ നമ്മൾ കമ്പൽസറി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ആണ് ഇൻബ്രീഡിങ്. Too much dependence of the company on internal recruitment. നമ്മൾ കമ്പനി ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആണ് കൂടുതലായിട്ട് നോക്കുന്നെങ്കിൽ. സിഗ്നിഫിക്കൻസ് ദാറ്റ് the company is not looking to hire new applicants from outside. അപ്പോ എന്താണ്, അവരെന്താണ് പുറത്തുനിന്ന് ആപ്ലിക്കൻസിന് എടുക്കാൻ താല്പര്യമില്ല. നമ്മൾ ഇന്റേണലി ഓർഗനൈസേഷൻ അകത്തുള്ള എംപ്ലോയിനെ തന്നെയാണ് റിക്രൂട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമെങ്കിൽ. എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് മേ ലാക്ക് ഓഫ് ഡൈനാമിസം. എന്ന് വെച്ചാല് ഡൈനാമിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത എംപ്ലോയീസ് ഉണ്ടാവും. എന്തെങ്കിലും മാറ്റം വരുമ്പോ ആ മാറ്റത്തിനനുസരിച്ച് മാറാനായിട്ട് താല്പര്യമില്ലാത്ത എംപ്ലോയീസ് ഉണ്ടാവും. അത് അതിനൊരു കാരണമാകുന്നു. എക്സിസ്റ്റിംഗ് എംപ്ലോയി അവര് പുതിയതായിട്ട് വരുന്ന മാറ്റങ്ങള് അക്സെപ്റ്റ് ചെയ്യില്ല. ഈവൻ ഇഫ് ദേ ആർ പ്രൊമോട്ടർ ഓർ ട്രാൻസ്ഫേർഡ്, ദേ മേ കണ്ടിന്യൂ ടു വർക്ക് ആൻഡ് ബിഹേവ് ഇൻ ദ സിമിലർ വേ ആസ് ദാറ്റ് ഓഫ് ദ പ്രീവിയസ് പോസ്റ്റ്. ഇപ്പൊ നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ പോലും അവര് മുമ്പ് എന്ത് വർക്കായിരുന്നോ അവിടെ ചെയ്തിരുന്ന ആ വർക്ക് തന്നെയായിരിക്കും അവർ ചെയ്യുന്നത്. അവർക്ക് മാറ്റത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഞാനിവിടെ ഇന്ന വർക്കായിരുന്നു ചെയ്തിരുന്നത്, അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, വേറൊരു വർക്കും ചെയ്യില്ല എന്ന് അവർ പറയും. എക്സിസ്റ്റിംഗ് എംപ്ലോയിനെ തന്നെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ, ഓർഗനൈസേഷൻ അകത്തുള്ള എംപ്ലോയിനെ തന്നെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അവർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ പണ്ടത്തെ കാര്യം ഒരു എക്സാമ്പിൾ പറയാം. പണ്ട് നമ്മള് ടൈപ്പിങ്ങിന് യൂസ് ചെയ്തിരുന്ന ടൈപ്പ് റൈറ്റർ ആണ് കേട്ടോ, അല്ലെ? ടൈപ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് റൈറ്റർ ആണ്. ടൈപ്പ് റൈറ്റർ സമയത്താണ് കമ്പ്യൂട്ടറിന്റെ ഇൻവെൻഷൻ വരുന്നത്. കൂടുതൽ എല്ലാ മിക്ക കമ്പനീസിലും കമ്പ്യൂട്ടർ ഇംപ്ലിമെന്റ് ചെയ്തത്. പക്ഷെ ഇന്നുമല്ല, അന്ന് ആ സമയത്ത് ഭയങ്കര എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറെ ആൾക്കാർ ടൈപ്പ് റൈറ്റർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്ന് നിർബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലേ? കാരണം എന്താണ്, ആ ഒരു വ്യക്തിക്ക് മാറാനായിട്ട് താല്പര്യമില്ല. പുറത്തുനിന്ന് ആരും റിക്രൂട്ട് ചെയ്യുന്നില്ല കമ്പനി. ഇദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ കമ്പ്യൂട്ടർ പഠിക്കുന്നത് നല്ലതായിരിക്കും, കാരണം മാറണം. പക്ഷെ ആ വ്യക്തിക്ക് ആ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോ ചേഞ്ചസിനനുസരിച്ച് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. പുറത്തുനിന്ന് ആരെയും റിക്രൂട്ട് ചെയ്യില്ല, അതുകൊണ്ട് കാൻഡിഡേറ്റ്സിന് കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പുറത്തുനിന്ന് ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരുടെ ഒപ്പം പിടിച്ചു നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മൾക്ക് പകരം വേറൊരാൾ അവർ റിക്രൂട്ട് ചെയ്യും എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. പക്ഷെ നമ്മളുടെ വർക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം നമ്മൾ പ്രകടിപ്പിക്കും. നമ്മൾക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടീസ്, നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. എംപ്ലോയീസ് possibly assume an automatic promotion on the basis of
സീനിയോറിറ്റി. സാധാരണ കേസിൽ സീനിയോറിറ്റിയുടെ ബേസിക്കിലാണ് ഈ ഓട്ടോമാറ്റിക് പ്രൊമോഷനും കാര്യങ്ങളും കൊടുക്കുന്നത്. ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ താല്പര്യം അവിടെ വരുന്ന വർക്കും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവിടെ വരുന്ന പരാതിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനായിട്ട് അവിടുത്തെ എംപ്ലോയീസിന് വലിയ താല്പര്യം ഉണ്ടാവാറുണ്ടോ? ആരെങ്കിലും പോയിട്ടുണ്ടോ ഗവൺമെന്റ് ഓഫീസിൽ? നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഗവൺമെന്റ് ഓഫീസിൽ പോയി കഴിഞ്ഞ് നമുക്കത് നടത്തിയെടുക്കാനായിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് ഇപ്പൊ സപ്പോസ് നിങ്ങളൊരു ഗവൺമെന്റ് ഓഫീസിൽ പോകുന്നതും ഇപ്പൊ ഒരു എന്താ പറയാ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമ്പിൾ പറയുന്നുണ്ടാവും, ആരെയും കമ്പയർ ചെയ്യണമെന്നല്ല, ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ പോകുന്നതും ഒരു പ്രൈവറ്റ് ബാങ്കിൽ പോകുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഏകദേശം ഒരു ഡിപ്പാർട്ട്മെന്റിൽ അണ്ടർടേക്കിംഗ് ആയതുകൊണ്ടാണ് കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മളൊരു ഗോൾഡ് അല്ലെങ്കിൽ ഒരു ലോണിന് വേണ്ടി പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, ഇല്ലേ? അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളും ഉണ്ടാവും. നമ്മളൊരു പ്രൈവറ്റ് ബാങ്കിൽ പോവുകയാണെങ്കിൽ അത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. അവർ പെട്ടെന്നായിരിക്കും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ചെയ്യുന്നത്. കാരണം എന്താണ്, അവിടുത്തെ എംപ്ലോയീസിന്, എവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസിന് അറിയാം ഇവര് ലോൺ എടുത്താലും എടുത്തില്ലെങ്കിലും എനിക്ക് എന്റെ സാലറി കിട്ടും, എനിക്ക് വലിയ ഗുണമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നത്. പക്ഷേ പ്രൈവറ്റ് ബാങ്കിലൊക്കെ പോകുമ്പോ ഈ നമ്മളിപ്പോ നല്ല രീതിയിൽ എന്താണ് കൂടുതൽ ആൾക്കാരെ ക്യാൻവാസ് ചെയ്തില്ലെങ്കിൽ നമ്മളെ റീപ്ലേസ് ചെയ്തിട്ട് മറ്റൊരാളെ അവിടെ എടുക്കാനായിട്ട് എളുപ്പമാണ് അവിടെ. അതുകൊണ്ട് ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ഈ ഓട്ടോമാറ്റിക് പ്രമോഷൻ ഒക്കെ ഉള്ള സ്ഥലത്ത് ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ കുറവായിരിക്കും. നോക്കാം. Employee possibly assume an automatic promotion on the basis of seniority as there is a lack of competition from the competent candidates present outside. അപ്പൊ നമുക്ക് പുറത്തുനിന്നുള്ള കോമ്പീറ്റന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. Therefore, they may not deserve to prove them again and again. വീണ്ടും അവരെ പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഡിസർവ് ഉണ്ടാവില്ല. നല്ല വ്യക്തിയാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ട, കാരണം അവർക്ക് ഓട്ടോമാറ്റിക്കലി പ്രൊമോഷൻ കിട്ടും. 5 വർഷം കൂടുമ്പോൾ എന്തായാലും പ്രൊമോഷൻ കിട്ടും. പിന്നെ എന്തിനാ ഞാൻ അത്ര എഫേർട്ട് എടുക്കുന്നേ എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും അവർക്ക് വരുന്നത്. Then conflict, chance of conflict, housekeeping among the employee who aspire for the promotion to available vacancy may increase. ഇപ്പോ രണ്ട് വ്യക്തികൾ ഉണ്ടെന്ന് വിചാരിക്കും, രണ്ട് വ്യക്തികളെ സെയിം പോസ്റ്റ് ആണ്, അവർ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ the efficiency of those who are not promoted is eliminated and they became dissatisfied. ഇത്രയും നാള് നമ്മുടെ കമ്പനിക്ക് വേണ്ടി നല്ലതൊക്കെ ചെയ്തൊരു വ്യക്തി അദ്ദേഹത്തിന് പ്രൊമോട്ട് ചെയ്യാതെ വരുമ്പോ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വരും. എന്നുവെച്ചാൽ അവർക്ക് പിന്നെ വർക്ക് ചെയ്യാനായിട്ടൊരു താല്പര്യം ഉണ്ടാവില്ല. കാരണം ഞാൻ ഇത്രയും നാള് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തു, എന്നിട്ട് എന്തുകൊണ്ട് എന്നെ പ്രൊമോട്ട് ചെയ്തില്ല, മറ്റൊരു വ്യക്തിനെ പ്രൊമോട്ട് ചെയ്തു എന്നുള്ളൊരു തിങ്കിങ് അവരുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് ഡിമെറിറ്റ്സ് പറഞ്ഞത് റിസ്ട്രിക്റ്റഡ് ചോയ്സ് ആണ്, നമ്മളെ നമ്പർ ഓഫ് ചോയ്സ് കുറവായിരിക്കും. ഇൻബ്രീഡിംഗ് ആണ്, നമുക്ക് ഓർഗനൈസേഷന്റെ അകത്തുനിന്നുള്ള എംപ്ലോയിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അവരെങ്ങനെയാണോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നത് അതേ വർക്ക് ആയിട്ട് അവർ കണ്ടിന്യൂ ചെയ്യുന്നത്, അവർക്ക് മാറാനായിട്ട് വലിയ താല്പര്യം ഉണ്ടാവില്ല. ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ കുറവായിരിക്കും, കാരണം ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ എന്തായാലും ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ടഡ് ആവും. ദെൻ കോൺഫ്ലിക്റ്റ് കൂടുതലായിരിക്കും. സെയിം വേക്കൻസിയിൽ അല്ലെങ്കിൽ സെയിം ജോബിലേക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അർഹതപ്പെട്ട എംപ്ലോയീസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഒരാൾക്ക് മാത്രമല്ലേ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്ക് ആ ഒരു വ്യക്തിനോട് എന്താണ് ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും. ഡിമെറിറ്റ്സ് ഒന്ന് വായിച്ചേ.
എല്ലാരും വായിച്ചു നോക്കിയോ? ഓക്കെ. ഇനി എക്സ്റ്റേണൽ സോഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് മെയിൻ ആയിട്ട് രണ്ടെണ്ണാണ് പറഞ്ഞത് അല്ലെ? നമ്മൾ ആ ഒരു ഓക്കെ 3 പറഞ്ഞല്ലേ? ആ ഒരു ചാർട്ട് നോക്കി നിങ്ങള് ടെസ്റ്റില്ലേ? എക്സ്റ്റേണൽ സോഴ്സ് മെയിൻ ആയിട്ട് 3 പറഞ്ഞ ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്. അപ്പൊ നോക്കാം എക്സ്റ്റേണൽ സോഴ്സുകൾ. ഡയറക്റ്റ് മെത്തേഡ് ആണ്. അതിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, സ്കോട്ടിംഗ്, റിക്രൂട്ട്മെന്റ് അറ്റ് ഫാക്ടറി ഗേറ്റ്, 3 മെത്തേഡ്സ് ആണ് ഡയറക്റ്റ് മെത്തേഡിൽ വരുന്നത്. ഓർഗനൈസേഷൻ ക്യാൻ fulfill the job position from the outside through the following method or techniques. നമുക്ക് താഴെ പറയുന്ന മെത്തേഡ്സ് ടെക്നിക്സിലൂടെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഔട്ട്സൈഡിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് മെത്തേഡ് ആണ്. ഇൻ ദിസ് മെത്തേഡ് the recruiter can send to the educational institution and the professional institution in order to build public contact and exhibits എന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കോ അല്ലെങ്കിൽ സെമിനാറോ ജോബ് ഫെയർ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്ന് നമുക്ക് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ്സ് ഡയറക്റ്റ് മെത്തേഡ്. നേരിട്ടായിരിക്കും പബ്ലിക് ആയിട്ട് ആ കോൺട്രാക്ട് വരുന്നത്. നേരിട്ട് തന്നെ നമ്മൾ റിക്രൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് അല്ലെ? നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയർ ആവുമ്പോൾ ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ എന്തായാലും കോളേജുകളിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ? ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ? ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ജോബ് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ജോബ് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ചെയ്തിട്ടുണ്ട്. കുറെ പേര് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് മെത്തേഡിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് റിക്രൂട്ടർ visit the campus and the placement cell of the education institution such as engineering and management college in order to get the qualified candidates. നമ്മൾ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് റിക്രൂട്ടർ എന്ത് ചെയ്യും? ക്യാമ്പസിലേക്ക് അവരുടെ പ്ലേസ്മെന്റ് സെല്ലിലേക്ക് ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്ലേസ്മെന്റ് സെല്ലിൽ ചെല്ലുകയും അവിടെ നിന്നുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യും. എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് കോളേജുകൾ, അതേപോലെ തന്നെ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ ഇത് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ CA, CMA, CS ഒക്കെ ഉണ്ടല്ലോ, അവിടെ അങ്ങനെയുള്ള കോളേജുകളിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അവർ വന്ന് കമ്പനീസ് വന്ന് റിക്രൂട്ട് ചെയ്യും. ഒരു ദിവസം ഉണ്ടാവും, ഒരു മാസത്തിൽ ഇന്ന ദിവസം റിക്രൂട്ട്മെന്റ് അവിടെ കണ്ടക്ട് ചെയ്യും. അവർക്ക് വേണ്ട കാൻഡിഡേറ്റ്സിനെ അവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. Recruiter get a large number of qualified candidates. മെയിൻ ആയിട്ട് ഇതിന്റെ എയിം എന്ന് വെച്ചാൽ അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഒരുപാട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് അവർക്ക് കിട്ടും. To choose from, the candidates can select the post which suit them from the available job position. അതേപോലെ അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ്സിന് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാൻ പറ്റും. റിക്രൂട്ടർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് കാൻഡിഡേറ്റ്സിനും അവിടെ അവൈലബിൾ ആയിട്ടുള്ള ജോബ്, നമുക്ക് സ്യൂട്ട് ആവുന്ന ജോബ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് മോസ്റ്റ്ലി കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു മെത്തേഡ് ഓഫ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് റിക്രൂട്ടർ നേരിട്ട് ചെന്ന് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ ക്വാളിഫൈഡ് മെയിൻ ആയിട്ടുള്ള എയിം എന്ന് വെച്ചാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമുക്ക് ലാർജ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാം. കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അവിടെ അവൈലബിൾ ആയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി സ്കൗട്ടിംഗ് ആണ്. സ്കൗട്ടിംഗ് is the method in which representatives are sent by the human resource department to those places where recruitment activities are going on. അപ്പോൾ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ നമ്മൾ സെൻഡ് ചെയ്യും. റിക്രൂട്ടർ അല്ല പോകുന്നത്, റെപ്രസെന്റേറ്റീവിനെ നമ്മൾ ഇതിൽ സെൻഡ് ചെയ്യും. They get in contact with the prospective candidates who are searching for the job. അപ്പൊ ജോബ് അന്വേഷിക്കുന്ന പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് കിട്ടും. ആപ്ലിക്കൻസ് ഗോ ത്രൂ ആൻ ഇനിഷ്യൽ ഇന്റർവ്യൂ. അവിടെ വെച്ച് ആപ്ലിക്കൻസിന് ഒരു ഇനിഷ്യൽ ഇന്റർവ്യൂയിലൂടെ കടന്നു പോകും. എക്സാമ്പിൾ ജോബ് ഫെയർ, ഇൻട്രോട്രിയേഷൻ, സെമിനാർസ്, പ്രബന്ധം, അതേപോലെ സെമിനാർസ് ആർ സം ഓഫ് ദ അതർ വേ
ഓഫ് ദിസ് പർട്ടിക്കുലർ മെത്തേഡ് നമുക്ക് ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യാൻ പറ്റും, സെമിനാർസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും, പ്രബന്ധങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ, ഒരു സ്പെഷ്യൽ മെത്തേഡാണ്, ഈ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി റിക്രൂട്ട്മെന്റ് അറ്റ് ഫാക്ടറി ഗേറ്റ്. ഇത് കോമൺലി അൺസ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ബ്ലൂ കോളർ ജോബ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവോ ബ്ലൂ കോളർ ജോബ് എന്താണ്, വൈറ്റ് കോളർ ജോബ് എന്താന്നുള്ളത്? ഓക്കെ, അറിയോ ബ്ലൂ കോളർ ജോബ് ആൻഡ് വൈറ്റ് കോളർ ജോബ്? ഇല്ല, അറിയില്ല. ഓക്കെ, ബ്ലൂ കോളർ ജോബ് എന്ന് പറഞ്ഞാൽ അൺസ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതിനാണ് ബ്ലൂ കോളർ ജോബ് എന്ന് പറയുന്നത്. വൈറ്റ് കോളർ ജോബ് എന്ന് പറഞ്ഞാൽ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്. അപ്പോൾ റിക്രൂട്ട്മെന്റ് അറ്റ് ഫാക്ടറി ഗേറ്റ് എന്ന് പറയുന്നത് അൺസ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഫാക്ടറി ഗേറ്റിൽ വേക്കൻസിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും, പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതനുസരിച്ച് നമ്മൾ റിക്രൂട്ട് ചെയ്യും. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് അറ്റ് ഫാക്ടറി ഗേറ്റ് ഉണ്ട്. നമ്മുടെ ചില ഫാക്ടറീസിന്റെ ഫ്രണ്ടില് ഡെയിലി വേജസ് ബേസിൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസി വരുമ്പോ ഫാക്ടറിയുടെ ഫ്രണ്ടില് ഡെയിലി വേജസിന് എംപ്ലോയീസ് കുറച്ച് പേര് നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് വേണ്ട നമ്പർ ഓഫ് എംപ്ലോയീസ് നമ്മൾ അതിൽ നിന്ന് അപ്പൊ റിക്രൂട്ട് ചെയ്യും. വൈകുന്നേരം ആവുമ്പോൾ അവർക്ക് കൂലി കൊടുക്കും, അവർ പറഞ്ഞു വിടുകയും ചെയ്യും. കമ്പനിയായിട്ട് നേരിട്ട് ഒരു അറ്റാച്ച്മെന്റോ ഒരു ആനുകൂല്യങ്ങളോ ഈ എംപ്ലോയീസിന് കിട്ടില്ല. റിക്രൂട്ട്മെന്റ് ആയിട്ട് ഫാക്ടറി ഗേറ്റ് വഴി വരുന്ന എംപ്ലോയീസിന് വേറെ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല. ഞാൻ പറഞ്ഞത് ഫാക്ടറി ഗേറ്റിന്റെ ഫ്രണ്ടില് എല്ലാ ദിവസവും രാവിലെ തന്നെ കുറച്ച് എംപ്ലോയീസ് എന്ത് ചെയ്യും, ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ നിന്ന് സൂപ്പർവൈസർ വന്നിട്ട് അവർക്ക് വേണ്ടത്ര നമ്പർ ഓഫ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യും. അവരെ റിക്രൂട്ട് ചെയ്ത് അന്നത്തെ ദിവസത്തേക്ക് വേണ്ടി മാത്രം അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു. വൈകുന്നേരം അവർക്ക് വേണ്ട വേജ് കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്നു. മനസ്സിലായോ റിക്രൂട്ട്മെന്റ് ഫാക്ടറി ഗേറ്റ്? കോമൺലി കാണുന്നതാണ്. വലിയ കമ്പനീസിന്റെ ഒക്കെ ഫ്രണ്ടില് നമ്മള് കാണുന്ന ഒരു മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഇനി അടുത്തൊരു മെത്തേഡ് റിക്രൂട്ട്മെന്റ് ഫാക്ടറി ഗേറ്റിന് വേറൊരു ഇതുണ്ട്, നോട്ടീസ് ബോർഡ് പോസ്റ്റ് ചെയ്യും. ഇത്ര വേക്കൻസീസ് ഉണ്ട് ഫാക്ടറി ഗേറ്റിന്റെ പുറത്ത്, നമ്മൾ എംപ്ലോയീസിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് പോസ്റ്റ് ചെയ്യും. അത് കണ്ടിട്ട് ആ ഇൻഫർമേഷൻ വായിച്ചിട്ട് എംപ്ലോയീസ് അവിടെ ഇങ്ങനെ നിൽക്കും. നമ്മൾ അവിടെ നിന്ന് നമുക്ക് വേണ്ട എംപ്ലോയീസിന് റിക്രൂട്ട് ചെയ്യും. നമുക്ക് നോക്കാം കേട്ടോ. Recruitment at a factory gate. It is a method of direct recruitment in which a notice is posted outside the factory stating that information regarding the job vacancies. അപ്പൊ റിക്രൂട്ട്മെന്റ് അറ്റ് ഫാക്ടറി ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ജോബ് വേക്കൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നോട്ടീസ് ബോർഡിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കണ്ട് വരുന്ന എംപ്ലോയീസ് നമ്മൾ റിക്രൂട്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് ആണ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ടാണ് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെ? ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിലേക്ക് വരുമ്പോൾ നമ്മൾ വേറൊരു തേർഡ് പാർട്ടിയുടെ ഹെൽപ്പോട്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്വർടൈസ്മെന്റ് എവിടെയാ സ്റ്റേറ്റിംഗ് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല. സ്റ്റേറ്റിംഗ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ജോബ് വേക്കൻസി. ജോബ് വേക്കൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും, പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡ് ഇൻക്ലൂഡ് അഡ്വർടൈസ്മെന്റ്. ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മുടെ ജോബ് വേക്കൻസിനെ കുറിച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും, ന്യൂസ് പേപ്പേഴ്സിലോ നമ്മളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നു. അത് കണ്ട് നമ്മൾ റിക്രൂട്ട്മെന്റ്, അത് കണ്ടുവരുന്ന എംപ്ലോയീസിൽ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നു. എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ആൻഡ് ക്ലബ്. നിങ്ങൾ എംപ്ലോയി എക്സ്ചേഞ്ചിൽ എന്താണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതേപോലത്തെ ഏജൻസീസ്. എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലബ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ എംപ്ലോയീസ് ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അവരുടെ മീറ്റിംഗ്സിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ വേക്കൻസിനെ കുറിച്ച് പറയും. അപ്പൊ അവിടെ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വേണ്ടി വരാവുന്നതാണ്. ഇനി പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ട്. പ്രൊഫഷണൽ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഡോക്ടർ, എഞ്ചിനീയർ, ഓഡിറ്റർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, CMA, CS, മാനേജേഴ്സ്, ഇവരൊക്കെ ഒരു എന്താ പറയാ
ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡിയിൽ നമ്മൾ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു എംപ്ലോയീസിനെ. അവർ വഴി നമ്മൾ അവിടെ നിന്ന് ഏറ്റവും നല്ല ടാലന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു. നമുക്ക് കുറച്ചും കൂടി ടെക്നിക്കൽ സയന്റിഫിക് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്രൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതർ റെപ്യൂട്ടഡ് ഫേംസ് ഉണ്ട്. അപ്പം അതർ റെപ്യൂട്ടഡ് ഫേംസ് എന്ന് പറയുമ്പോൾ മറ്റ് ഫേംസ് ഒരു ട്രെൻഡാണ് ഹ്യൂമൻ റിസോഴ്സ് അഡ്മിന്റെ വെൽ നോൺ ഫേംസിൽ നിന്നുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു റിക്രൂട്ട് ചെയ്യും. അത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ ആദ്യം പറയുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡിൽ അഡ്വർടൈസ്മെന്റ് ആണ്. നമ്മൾ ഇന്ന് കോമൺലി കാണുന്നതാണ്. നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഈ അഡ്വർടൈസ്മെന്റ് നോക്കി ജോബ് വേക്കൻസീസ് അപ്ലൈ ചെയ്യുന്നവരായിരിക്കും അല്ലെ. ഈ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴും ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? ബെറ്റർ ആയിട്ടുള്ള ജോബിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് അഡ്വർടൈസ്മെന്റ് വഴിയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. Naukri.com അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് വെബ്സൈറ്റിലൂടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഇൻ മോഡേൺ ടൈംസ് ദിസ് മീഡിയം ഹാസ് ബിക്കം equally vibrant, energetic and creative as a consumer advertising. ഇത് കുറച്ചും കൂടി ഇപ്പോ നല്ലൊരു മീഡിയം ഓഫ് മീഡിയം ആണ്. റിക്രൂട്ട്മെന്റിന് വേണ്ടി നല്ലൊരു മീഡിയം ആണ് അഡ്വർടൈസ്മെന്റ്. The advertisement usually provide a brief outline of the job responsibility. എന്താണ് ജോബ്, എത്ര എക്സ്പീരിയൻസ് വേണം, എന്താണ് കോമ്പൻസേഷൻ പാക്കേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി ആയിരിക്കും എന്തിൽ അഡ്വർടൈസ്മെന്റിൽ കാണുന്നത്. ജോബ് അഡ്വർടൈസ്മെന്റ് കാണാറില്ലേ നിങ്ങള്? ജോബ് വേക്കൻസി എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ് ലാസ്റ്റ് ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് MG യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ലിങ്ക് എനിക്ക് ഓക്കെ. ചില കമ്പനീസ് അവരുടെ കമ്പനീസിൽ വേക്കൻസീസ് ഇടും. ഇപ്പൊ MG യൂണിവേഴ്സിറ്റി കുറച്ച് വേക്കൻസീസ് ഇട്ടിട്ടുണ്ട്. ഞാൻ അത് കണ്ടോണ്ടിരിക്കുക, അത് റീഡ് ചെയ്യാം. നല്ല രസം. അവരുടെ ആ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന രീതിയിലൊക്കെ നല്ല രസമാണ്. നമുക്കത് മനസ്സിലാക്കാം ഏതൊക്കെ വേക്കൻസീസ് ഉണ്ട്, ഏതൊക്കെയാണ് അതിന്റെ എന്താ പറയാ വേക്കൻസീസ്, ക്വാളിഫിക്കേഷൻ എന്ത് വേണം, കോമ്പൻസേഷൻ പാക്കേജ് എത്രയാണ്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് അവർ അഡ്വർടൈസ്മെന്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. The advertisement usually provide a brief outline of job responsibility, compensation package, growth opportunity in the organization. Wants to reach large targeted groups and deserve a good number of qualified individuals who are cosmopolitan in distribution. Okay. അപ്പോ നമുക്ക് കൂടുതലായിട്ട് എന്താ പറയാ ജോബ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന ജോബാണ്, ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, കോമ്പൻസേഷൻ പാക്കേജ്, വേജസ് ആൻഡ് സാലറിനെ കുറിച്ചിട്ട്, DA മറ്റ് അലവൻസിനെ കുറിച്ചിട്ട് അവർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, നമ്മൾ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ. വാണ്ട്സ് ടു റീച്ച് മെയിൻ ആയിട്ട് അഡ്വർടൈസ്മെന്റ് മെയിൻ എയിം എന്ന് വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് ടാലന്റഡ് എംപ്ലോയീസിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ആൻഡ് ഡിസേർവ് എ ഗുഡ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസ്, കൂടുതലായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലേക്ക് എത്തുക. ഹു ആർ കോസ്മോപൊളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ജനകീയമായിട്ടൊരു ഒരു രീതിയിൽ ഈ ജോലിയും കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തിച്ചേരുക എന്നുള്ളൊരു മീനിങ് ആണ് പറയുന്നത്. എല്ലാവരിലേക്കും ഈക്വലി ആ ഒരു അഡ്വർടൈസ്മെന്റിനെ കുറിച്ചിട്ട് എത്തണം. എന്നാൽ മാത്രമേ അവർക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ PSCയിലൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും അല്ലെ, തൊഴിൽ വീതിയിലല്ലേ അത് പബ്ലിഷ് ചെയ്യുന്നത്? അല്ല, നമ്മള് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അത് കൂടാതെ തൊഴിൽ വീതിയിലൊക്കെ വരില്ലേ ഈ ഒരു വേക്കൻസിനെ കുറിച്ചിട്ട്? കണ്ടിട്ടില്ല? അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങള്? അപ്പോ അതിൽ നമ്മൾ നോക്കിയിട്ട് ഏതൊക്കെ വേക്കൻസീസ് ആണ് വരുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. നെക്സ്റ്റ് ആണ് എംപ്ലോയീസ് ട്രേഡ് അസോസിയേഷൻസ് ആൻഡ് ക്ലബ്സ്. ഈ എംപ്ലോയീസ് ട്രേഡ് അസോസിയേഷൻ ക്ലബ്സ് എന്ന് പറയുമ്പോൾ അവരുടെ മീറ്റിംഗ്സ്, കോൺഫറൻസ്, സെമിനാർ, മറ്റ് സോഷ്യൽ ഫങ്ഷൻസിൽ ഇവരെന്ത് ചെയ്യും, അതിൽ നിന്ന് സ്പോട്ട് ചെയ്യും. എന്നുവെച്ചാൽ ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ഈ ക്ലബുകളിൽ നിന്നോ ട്രേഡ് അസോസിയേഷൻസിൽ നിന്നോ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് ആ ഒരു ജോബ് അസൈൻ ചെയ്യും. ഈ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കും. ജോബ് വേക്കൻസി, ജോബ് കോൾ ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും പാസ് ചെയ്യും. അപ്പൊ അത് കേൾക്കുന്ന എംപ്ലോയീസ്, ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് നമുക്ക് റിക്രൂട്ട് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യും. മീറ്റിംഗ്, കോൺഫറൻസ്, സെമിനാർസ് ആൻഡ് അതർ സോഷ്യൽ ഫങ്ഷൻസ് ഓഫ് ദ എംപ്ലോയീസ് ട്രേഡ് അസോസിയേഷൻ
club are more way of spotting suitable candidates. നമുക്ക് നല്ല suitable ആയിട്ടുള്ള candidates-നെ കണ്ടെത്താനായിട്ട് ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് എംപ്ലോയീസ് ട്രേഡ് യൂണിയൻസും ക്ലബുകളും. നെക്സ്റ്റ് ആണ് പ്രൊഫഷണൽ അസോസിയേഷൻസ്. പ്രൊഫഷണൽ അസോസിയേഷൻസ് ബോഡി ഓഫ് മേജർ പ്രൊഫഷണൽസ് ലൈക്ക് മേജർ ആയിട്ടുള്ള പ്രൊഫഷണൽ ബോഡീസ് ആണ് അവർ പറയുന്നത്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഓഡിറ്റേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആൻഡ് മാനേജേഴ്സ് ആർ പ്രൊവൈഡ് abundant opportunity to discover potential candidates for. ഇത് എന്ന് വെച്ചാൽ ഈ പ്രൊഫഷണൽ അസോസിയേഷൻ ആയിട്ട് നമ്മളൊരു എന്താണ് ഒരു കോണ്ടാക്റ്റിൽ വരും, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിൽ വരും. നമ്മള് ഈ സ്ഥാപനത്തിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ട എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അവരായിട്ട് ഒരു എഗ്രിമെന്റിൽ വന്നിട്ട് നമ്മളൊരു ദിവസം ഫിക്സ് ചെയ്ത് ആ ഒരു പ്രൊഫഷണൽ അസോസിയേഷനിലേക്ക് നമ്മളുടെ റെപ്രസെന്റേറ്റീവ്സിനെ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഇന്റർവ്യൂവും കാര്യങ്ങളും കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നുന്ന എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മൾ ഈ പ്രൊഫഷണൽ അസോസിയേഷൻസിലേക്ക് നമ്മളുടെ ജോബ് വേക്കൻസീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. ദെൻ ഈ പ്രൊഫഷണൽ അസോസിയേഷനിലുള്ള വ്യക്തികള് അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അവരുടെ സ്റ്റുഡൻസിനെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിലൂടെ അവരെന്ത് ചെയ്യും, നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് അപ്ലൈ ചെയ്യും. ഇപ്പൊ നിങ്ങളാണെങ്കിലും ഈ ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഈ ഒരു മെത്തേഡിലൂടെയാണ് നിങ്ങൾക്കും റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്ലേസ്മെന്റ് സെല്ല് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേക്കൻസീസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലേ സ്മാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു പാസ് ഔട്ട് ആയിട്ട് ഉള്ളവർക്കാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പ്രൊവൈഡ് ഒന്നും ചെയ്യുന്നില്ലല്ലോ പ്ലേസ്മെന്റ്സിനെ കുറിച്ചിട്ട്, ജോബ് വേക്കൻസീസിനെ കുറിച്ചിട്ടൊന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മേ ബി കൊടുക്കുന്നുണ്ട്, പ്ലേസ്മെന്റ് സെൽ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അവരാണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവര് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ഈ കാൻഡിഡേറ്റ്സിന് പേഴ്സണലി നേരിട്ട് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യും, അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഉണ്ടല്ലോ. പ്ലേസ്മെന്റ് അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേക്കൻസീസിനെ കുറിച്ചിട്ടുള്ള പ്ലേസ്മെന്റ് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതർ റെപ്യൂട്ടഡ് ഫേംസ് ആണ് നമുക്ക് നോക്കാം. Nowadays it has become trend to recruit human resource from well-known firm. നല്ല പേരും പ്രശസ്തിയൊക്കെയുള്ള ഫേമിൽ നിന്ന് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ഇന്നൊരു ട്രെൻഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. Few companies and firms have established a positive reputation on productivity, efficiency and industrial harmony. ചില ഫേംസ് നല്ല പോസിറ്റീവ് റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലും എഫിഷ്യൻസിയുടെ കാര്യത്തിലും ഇൻഡസ്ട്രിയൽ ഹാർമണിയുടെ കാര്യത്തിലൊക്കെ ഒരു നല്ല പോസിറ്റീവ് ഇമേജ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. Many firms have made effort to discover appropriate candidates from such a firm for filling job position. അപ്പൊ അങ്ങനെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേംസിൽ നിന്നുള്ള എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യും. നമ്മൾ അവർ കൊടുക്കുന്നതിലും സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യും, നമ്മൾ റിക്രൂട്ട് ചെയ്യും. അതുവഴി നമ്മളുടെ സ്ഥാപനത്തിലുള്ള വേക്കൻസീസ് എന്ത് ചെയ്യും, ഫിൽ ചെയ്യും. ആ ജോബ് വേക്കൻസീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞത് അഡ്വർടൈസ്മെന്റ്, എംപ്ലോയീസ് ട്രേഡ് അസോസിയേഷൻസ് ആൻഡ് ക്ലബ്, പ്രൊഫഷണൽ അസോസിയേഷൻ, അതർ റെപ്യൂട്ടഡ് ഫേംസ് ആണ്. ഒന്ന് റീഡ് ചെയ്യാവോ? എല്ലാരും വായിച്ചോ? ഇനി
തേർഡ് പാർട്ടി മെത്തേഡ് ആണ്. അതെനിക്ക് എത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ ഫുൾ എടുക്കുന്നില്ല. ഏകദേശം കുറച്ച് പോയിന്റ്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ് വഴി റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇപ്പൊ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസിയിൽ ബയോഡാറ്റ അല്ലെങ്കിൽ റെസ്യൂമ് കൊടുത്തിട്ടുണ്ടാവും. CV കൊടുത്തിട്ടില്ലേ? അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ആരും പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ് വഴി റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാത്തവരാണ്. അങ്ങനെ ഏജൻസീസ് ഉണ്ട്. അവര് അവരിൽ ഒരുപാട് ജോബ് വേക്കൻസീസിനെ കുറിച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. പക്ഷെ അവർ അതിന് വേണ്ടിയിട്ട് ഒരു ഫീ ചാർജ് ചെയ്യും. മേ ബി നമ്മുടെ സാലറിയുടെ ചിലപ്പോൾ ഒരു 30% അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫീ അവർ പറയും. ജോലി റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഓഫ് ഫീ തരണം എന്ന് പറയും. മനസ്സിലായോ? അതാണ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. അത് നോക്കാം. They are used extensively and charge very little fee from an applicant. ഈ ഒരു മെത്തേഡ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അവരൊരു ചെറിയൊരു ഫീ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കൻസ് ചാർജ് ചെയ്യുന്നുണ്ട്. They focus on specific occasion such as general office help, office assistants, salesman, technical workers, accountant, computer staff, engineers, executives. അവരൊരു സ്പെസിഫിക് ഒക്കേഷൻ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഇന്ന ഒക്കേഷനിൽ അല്ലെങ്കിൽ ഇന്ന ജോബിലേക്കുള്ളവർ നമ്മൾ സപ്ലൈ ചെയ്യും. These private agency work as the middleman between the employee and employer. ഈ ഒരു പ്രൈവറ്റ് ഏജൻസീസ് ആണ് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലൊരു മിഡിൽ മാൻ ആയിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. ഇതാണ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത്. അവരൊരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫീ നമുക്ക് ഈ ഒരു ജോബ് എന്ത് ചെയ്ത് അറേഞ്ച് ചെയ്ത് തരുന്നതിൽ അല്ലെങ്കിൽ കണ്ടെത്തി തരുന്നതിൽ അവർ നമ്മളിൽ നിന്ന് ഈടാക്കും. ഇനി നെക്സ്റ്റ് ആണ് സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. എംപ്ലോയ്മെന്റ് ഏജൻസി, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ലേബർ എക്സ്ചേഞ്ച് എന്നൊക്കെ പറയാറില്ലേ? നമ്മൾ 10th ഒക്കെ പാസ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? 10th അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, +2 അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പിന്നെ ആ വഴി നോക്കിയിട്ടുണ്ടാവില്ല അല്ലെ? ശരിക്കും നമ്മളുടെ പ്രശ്നം നോക്കിയിട്ടില്ല ആരും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഇന്ന് ജോലി കിട്ടുന്നുണ്ട്. ഒരുപാട് പേർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോബ് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാല് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തില് അവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഞാൻ എന്താ പറയാ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അക്കൗണ്ട് സെഷനിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ കോൺട്രാക്ട് ബേസിൽ കയറിയതാ. പക്ഷെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി അവിടെ ജോബ് കിട്ടിയ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് പുതുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് റിന്യൂ ചെയ്യുകയാണെങ്കിൽ മേ ബി നമ്മളായിരിക്കും നെക്സ്റ്റ് ആ ജോബ് നമുക്ക് കിട്ടും. നല്ലതാ, നമുക്ക് നല്ല കറക്റ്റ് സാലറിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫിക്സഡ് സാലറിയും എമൗണ്ട് ഒക്കെ കിട്ടും. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റു ജോലികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കാർഡ് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി ഒന്ന് പുതുക്കി ജോബിന് വേണ്ടിയിട്ട് ഒന്ന് നോക്കാം കേട്ടോ. These are also known as public and private employment agency. മറ്റൊരു പേരുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓർ ലേബർ എക്സ്ചേഞ്ച്. They provide a clearing house for jobs. നമ്മുടെ ജോബ്സിന്റെ ക്ലിയറിംഗ് ഹൗസ് അവരിൽ ഒരുപാട് വേക്കൻസീസും കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യും. And job information along with a wide range of service such as counseling, job searching and information about labor market, workers and pay rates. ഇത് കൂടാതെ എന്ന് വെച്ചാൽ ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും, വേക്കൻസീസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. അതുകൂടാതെ കൗൺസിലിംഗ്സ്, ജോബ് സെർച്ച് ചെയ്യുന്നവർ അസിസ്റ്റൻസ്, അതേപോലെ ലേബർ മാർക്കറ്റിനെ കുറിച്ചിട്ട് ഏതൊക്കെ ജോബുകളും വേക്കൻസീസ് ഉണ്ട്, എന്തൊക്കെ വർക്കേഴ്സിനെയാണ് റിക്രൂട്ട്മെന്റ്, പേ റേറ്റ്, ഇന്ന ജോബിന് ഇന്ന റേറ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ക്യാമ്പസ് ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്. സ്കൂൾ, കോളേജ്, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തേർഡ് പാർട്ടി പോലെ ആക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഇന്ന ജോബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും പാസ് ചെയ്യും. സ്കൂൾ, കോളേജ്, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, all these provide opportunity for recruiting their students. അവരുടെ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യും. These general and technical professional institutions provide blue collar, white collar and managerial persons. അപ്പൊ ഇങ്ങനത്തെ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്ലൂ കോളർ ജോബ്സ്, വൈറ്റ് കോളർ ജോബ്സ്, അതേപോലെ മാനേജറിയൽ പേഴ്സൺസിനെയൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യും. അവരെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യും,
നമ്മളെ കോളേജ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്രൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഈ ഒരു 3 പോയിന്റ് പറയുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് തേർഡ് പാർട്ടി റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവണമെന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഇന്ന് പറഞ്ഞത് ഇന്റേണൽ സോഴ്സിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആൻഡ് ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സിൽ ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് തേർഡ് പാർട്ടി മെത്തേഡ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്ന മെത്തേഡുകളൊക്കെ? മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ ചോദിക്കണം കേട്ടോ. നമ്മളുടെ ടെസ്റ്റിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. ഞാനത് മാക്സിമം ഞാനത് എഡിറ്റ് ചെയ്ത് തരാം. പറയുമ്പോൾ അത് നോട്ട് ചെയ്താൽ മതി, എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.